ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ സഹായ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ മുൻപ് ലഭിച്ചതുപോലെയല്ല ഇപ്രാവശ്യത്തെ ധനസഹായ വിതരണം. അതായത് ആദ്യഘട്ടത്തിൽ നമുക്ക് ആനുകൂല്യം ലഭിച്ചത് ഏകദേശം 10 ലക്ഷം ഗുണഭോക്താക്കൾക്കായിരുന്നു. ഇപ്രാവശ്യം 18 ലക്ഷത്തിന് മുകളിലുള്ള ഗുണഭോക്താക്കൾക്കാണ് തുക ലഭിക്കാൻ പോകുന്നത്. സ്ത്രീ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അപേക്ഷ വെക്കുന്ന ഗുണഭോക്താക്കൾക്ക് അപേക്ഷ വെച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അപ്രൂവ് ആവുന്ന രീതിയിലേക്കാണ് ഈ പദ്ധതിയുടെ ഇപ്പോഴത്തെ വെരിഫിക്കേഷൻ നടക്കുന്നത്. കാരണം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ അപേക്ഷ വെച്ച് അപ്രൂവൽ ആയവർക്കെല്ലാം തന്നെ ആനുകൂല്യം വിതരണം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത്. അതുകൊണ്ടാണ് കർശന വെരിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ദ്രുതഗതിയിൽ നടത്തുന്നത്. അപേക്ഷ വെച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അപേക്ഷ ഇപ്പോൾ അപ്രൂവലായി തുക ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, ആദ്യത്തെ ഗഡു കഴിഞ്ഞ് ഫെബ്രുവരിയിൽ ലഭിച്ചവർക്ക് രണ്ടാം ഗഡു വിതരണവും അതോടൊപ്പം ലഭിക്കും. നാളിതുവരെയായിട്ട് സഹായം ഒന്നും തന്നെ ലഭിക്കാത്തവർക്ക് ആദ്യ ഗഡു വിതരണവും ഈ മാസം 25-ാം തീയതിയോടെ ആരംഭിക്കുകയാണ്. എല്ലാ മാസങ്ങളിലും സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന സമയത്ത് തന്നെയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ വിതരണവും നടക്കുക. ഇതും സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി എന്ന രീതിയിൽ നടപ്പിലാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്താണ് നമുക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ ആനുകൂല്യവും അക്കൗണ്ടിലേക്ക് കയറുക. അതുകൊണ്ട് തന്നെ നിലവിൽ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷനുകളൊക്കെ വിതരണം ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ആനുകൂല്യവും നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും. മറ്റു വിഭാഗങ്ങൾക്ക് 2000 രൂപയാണെങ്കിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് 1000 രൂപയാണ് സഹായം. മാത്രമല്ല 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള BPL പിങ്ക് കാർഡ് വിഭാഗത്തിൽപ്പെട്ടവർക്കും AAY മഞ്ഞ കാർഡ് വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഗവൺമെൻറ്റിൻ്റെ മറ്റ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റാത്ത, അതായത് ക്ഷേമ പെൻഷനുകളൊന്നും കൈപ്പറ്റാത്ത എല്ലാ സ്ത്രീകൾക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കാരണം ആധാർ അധിഷ്ഠിത വെരിഫിക്കേഷനുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ കൃത്യമായിട്ട് അർഹതയുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാവും. എന്തെങ്കിലും കാരണവശാൽ അനർഹമായ തുക കൈപ്പറ്റുന്നു എന്ന് മനസ്സിലാക്കിയാൽ 18% പലിശയോടെ സർക്കാർ തുക തിരിച്ചു പിടിക്കുന്നതായിരിക്കും. ആ കാര്യം പ്രത്യേകം ഓർമ്മയിലിരിക്കട്ടെ. സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ നിലവിലെ സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടി സേവന സൈറ്റിൽ നമ്മുടെ ഫോണിൽ കൂടി തന്നെ ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് കണ്ട് നിലവിലെ നിങ്ങളുടെ പെൻഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പെൻഷൻ്റെ എല്ലാ വിവരങ്ങളും അതിൽ കാണിക്കുന്നതായിരിക്കും. അതായത് DPD റെഫറൻസ് നമ്പർ, ബാങ്ക് ട്രാൻസാക്ഷൻ വിവരങ്ങൾ, അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് 4 അക്ക നമ്പർ, അങ്ങനെ എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ്. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.